السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കൗൺസിലിംഗ് പഠന ക്ലാസ് 9-ാം ഭാഗം. വിഷയം മടി വരുത്തിവെക്കുന്ന വിന, അതല്ലെങ്കിൽ മടിയുടെ മനഃശാസ്ത്രം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പല ആളുകൾക്കും പലതിനും മടിയാണ്. മടി അനുഭവത്തിൽ വരാത്ത ഒരാൾ പോലും ഇല്ല. എല്ലാവർക്കും മടിയുണ്ട്. കുട്ടികൾക്ക് മടിയുണ്ട്, മുതിർന്നവർക്ക് മടിയുണ്ട്, പുരുഷന്മാർക്ക് മടിയുണ്ട്, സ്ത്രീകൾക്ക് മടിയുണ്ട്. മനുഷ്യനാണോ അവർക്ക് മടിയുണ്ടാകും. എന്താണ് മടി എന്ന് പറഞ്ഞാൽ, ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും ചെയ്യാൻ സുഖം തോന്നാത്തതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. ഇതിനേക്കാണ് മടി എന്ന് പറയുന്നത്. എന്നാൽ ഈ മടി കാരണമായി നമ്മുടെ പല കാര്യങ്ങളും തടസ്സം വരുന്നുണ്ട്. നമ്മുടെ മുന്നേറ്റത്തിന്, നമ്മുടെ വിജയത്തിൻ്റെ മുന്നേറ്റത്തിന് തടസ്സമാണ് മടി. മടി കാരണം നമുക്ക് പല നഷ്ടങ്ങളും സംഭവിക്കും. മടി കാരണം നാം ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും നാം ചെയ്യാതെ പോകും. അത് വൈകുന്നേരം ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, നാളെ ചെയ്യാം, അതല്ലെങ്കിൽ അത് പിന്നെ ആക്കാം, അതല്ലെങ്കിൽ അത് വേറെ ആളിനെ ഏൽപ്പിക്കാം, അവൻ ചെയ്യും, ഇവൻ ചെയ്യും. ഇങ്ങനെയുള്ള പല ന്യായീകരണങ്ങളും ഈ മടിയന്മാർക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് നാമൊക്കെ പണ്ട് മുതലേ, ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, മടിയൻ മല ചുമക്കും എന്നത്. അത് വലിയ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ആപ്തവാക്യമാണത്. മടിയില്ലാതെ കാര്യമായി ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിരിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യാതെ വരുമ്പോൾ ഈ സിമ്പിളായിരിക്കുന്ന കാര്യങ്ങൾ അത് കൂടുതലായി ഒരുപാട് കൂടുതലായി പിന്നീട് അതൊരു മലയോളമായി പിന്നീടത് ചെയ്യാൻ പറ്റാവുന്ന അവസ്ഥയിലേക്കെത്തും. അതാണ് പറയുന്നത് മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞാൽ അത്രയും ഭാരം, അത്രയും പ്രയാസങ്ങൾ മടി കാരണമായി നമുക്ക് വഹിക്കേണ്ടി വരും. അതുകൊണ്ട് മടി എന്നുള്ളത് ചെറിയ ഒരു ആവശ്യം ആണ്. എന്നാൽ വലിയ മടിയന്മാരാണെങ്കിൽ അതുകൊണ്ട് അവർക്ക് പല ബുദ്ധിമുട്ടുകളും പല വിഷമങ്ങളും പല സങ്കടങ്ങളും ഒക്കെ വരുന്നതാണ്. മടിയിൽ 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1, ചെയ്യേണ്ട കാര്യം. ഇപ്പം നാം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 2-മത്തേത് ചെയ്യാൻ സൗകര്യമുണ്ട്. 3-മത്തേത് ചെയ്യാൻ സുഖം തോന്നുന്നില്ല. 4-മത്തേത് ഈ 3 കാര്യങ്ങളും ഒത്തു വരാത്തത് കൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ഇതാണ് 4-മത്തെ കാര്യം. 1, ചെയ്യാൻ സൗകര്യമുണ്ട്. 2,
1 ചെയ്യേണ്ടെന്ന കാര്യം, 2 ചെയ്യാൻ സൗകര്യമുണ്ട്, 3 ചെയ്യാൻ സുഖം തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇതാണ് 4-മത്തെ കാര്യം. അപ്പോൾ ഒരുപാട് മടിയുള്ള ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ നീട്ടിവെക്കും, പിന്നെ ചെയ്യാം, നാളെയാവാം, അങ്ങനെ പല രൂപത്തിലുമാവാം. ഏത് രൂപത്തിലാണെങ്കിലും മടി കൂടുതലായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തീരാ നഷ്ടത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇനി കുട്ടികളുടെ വിഷയമെടുക്കാം. സ്കൂളിൽ നിന്ന്, മദ്രസയിൽ നിന്നൊക്കെ എഴുതി കൊണ്ടുപോകാനുണ്ടാകും ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന വർക്ക്. ഹോംവർക്ക് എഴുതുക, വായിക്കുക, പാഠഭാഗങ്ങൾ പഠിക്കുക. മടിയന്മാരായിരിക്കുന്ന കുട്ടികൾ പാഠം വായിക്കില്ല, അവർ എഴുതില്ല, അത് പിന്നെ ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെയെല്ലാം അവർ പറയും. എന്നാൽ പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകും, അധ്യാപകർ ചീത്ത പറയും, അതല്ലെങ്കിൽ അടി കൊടുക്കും. ഇന്നത്തെ കാലത്താണെങ്കിൽ അടി കൊടുക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. അതിൻ്റെ ഫലം നമ്മുടെ കുട്ടികളിൽ നാം കാണുന്നുമുണ്ട്. അത് മറ്റൊരു വിഷയം. ഏതായാലും മടി കാരണം അവർക്ക് നഷ്ടമാണ് സംഭവിക്കുക. ഈ നഷ്ടം ഒരു പക്ഷേ നികത്താൻ ആവാത്തതാവാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞിട്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല. എല്ലതും മടി കാരണമാണ് സംഭവിക്കുന്നത്.